CMA USA പാസ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുമോ? ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എൻട്രി ടിക്കറ്റ് മാത്രമാണ്. CMA USA ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷെ ഒരു ജോബിലേക്ക് എത്തണമെങ്കിൽ, നല്ലൊരു ജോബിൽ സെറ്റിൽ ആകണമെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇടേണ്ട കുറച്ച് എഫേർട്സ് കൂടിയുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ CMA USA ക്വാളിഫൈ ആയി ഒരു ജോബിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 പാർട്ട് 2 ക്വാളിഫൈ ആയി, പക്ഷേ കുറേ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്തു, പക്ഷേ റിപ്ലൈ ഒന്നും ഇല്ല, നല്ലൊരു ജോബ് പൊസിഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളിപ്പോൾ CMA USA ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ജോബ് നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി വരുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ എന്തെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതൊക്കെ കമ്പനീസിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ലിങ്ക്ഡിൻ നിങ്ങൾക്ക് ഇതിനായിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ നിങ്ങളുടെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വരുന്നതാണ്, നമ്മളൊരു ജോബിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ CV അല്ലെങ്കിൽ റെസ്യൂമെ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പല സ്റ്റുഡൻസും പല ക്വാളിഫൈഡ്സും സെൻഡ് ചെയ്യുന്ന ഈ ഒരു CV അല്ലെങ്കിൽ റെസ്യൂമെ HR കാണുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. നിങ്ങൾ എങ്ങനെയാണ് CV സെൻഡ് ചെയ്യുന്നത്? ഒരു 3-4 പേജസിൻ്റെ ഒരു റെസ്യൂമെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, BCom കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയതായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ CMA USA കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ജനറൽ ആയിട്ടുള്ളൊരു റെസ്യൂമെയുടെ പേര് മാത്രം മാറിയിട്ടുണ്ടാകും. ഇതല്ലേ റിയാലിറ്റി? ഇങ്ങനെ ഒരു റെസ്യൂമെയാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ HR അത് കാണാൻ പോലും പോകുന്നില്ല. കാരണം ഒരു HR സംബന്ധിച്ച് ടോപ്പ് കമ്പനീസിന്റെ കേസിൽ അവർക്ക് ഒരു ദിവസം ഒരു 1000+ റെസ്യൂമെ കിട്ടുന്നുണ്ടായിരിക്കും. ഇത് ഫസ്റ്റ് അവരൊരു ATS സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുന്ന റെസ്യൂമെ മാത്രമായിരിക്കും HR ആക്ച്വലി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ATS ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ATS ഫ്രണ്ട്ലി റെസ്യൂമെ ചെക്ക് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത്, പ്രൊമോഷൻ ഒന്നുമില്ല, ഞാൻ കണ്ടൊരു സോഫ്റ്റ്വെയർ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടതാണ്. നിങ്ങൾക്ക് jobscan.co ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും AI സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് ATS ഫ്രണ്ട്ലി റെസ്യൂമെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമേൽ ഉള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെന്നും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് നിങ്ങളുടെ റെസ്യൂമെ ATS ഫ്രണ്ട്ലി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ജോബിനും ഏത് വേക്കൻസി വന്നാലും ജനറിക് ആയിട്ടൊരു റെസ്യൂമെ അല്ല സെൻഡ് ചെയ്യേണ്ടത്. ഓരോ ജോബ് പൊസിഷനും അതിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു CV ആയിരിക്കണം നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കുക, ഫസ്റ്റ് ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യുക. എന്നിട്ട് ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും നിങ്ങളുടെ ഓൾറെഡി ഉള്ള നിങ്ങളുടെ റെസ്യൂമെ ഇല്ലേ, അതോടും കൂടെ ഏതെങ്കിലും AI സോഫ്റ്റ്വെയറിൽ, ChatGPT ആയിക്കോട്ടെ, Gemini ആയിക്കോട്ടെ, Google AI സ്റ്റുഡിയോ, ഏതെങ്കിലും AI സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ റെസ്യൂമെ കസ്റ്റമൈസ് ചെയ്ത് തരാനായിട്ട് ഈ ഒരു AI സോഫ്റ്റ്വെയറിൻ്റെ അടുത്ത് നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് AI സജഷൻസ് തരും, നിങ്ങളുടെ റെസ്യൂമേയിൽ എന്തെല്ലാം സ്കിൽസ് ആഡ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ റീറൈറ്റ് ചെയ്യണം, അതിലൊരു കറക്റ്റായിട്ട് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്ന് റിവാമ്പ് ചെയ്യാനായിട്ട് AI നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദെൻ AI യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് തരുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവണമെന്നില്ല. ഇല്ലാത്ത സ്കിൽസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവൻ ആഡ് ചെയ്ത് തരും, AI ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ ആഡ് ചെയ്ത് തരും. ചിലപ്പോൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ചോദിക്കുമ്പോഴായിരിക്കും നിങ്ങളിത് കാണും, അപ്പോൾ പെടും. അപ്പോൾ എന്തായാലും ഒന്ന് പ്രൂഫ് റീഡ് ചെയ്ത് കറക്റ്റായി വെരിഫൈ ചെയ്ത ശേഷം മാത്രം ഈ ഒരു AI തരുന്ന സജഷൻസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ CVയിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ കസ്റ്റമൈസ് ആയിട്ടുള്ള റെസ്യൂമേസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ഒരുപാട് AI സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റെസ്യൂമെ മേക്കർ, നല്ല ഡിസൈൻ ഉള്ള ആപ്പ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമെ തയ്യാറാക്കാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങളുടെ റെസ്യൂമിൽ എംപ്ലോയർ സെർച്ച് ചെയ്യുന്ന സ്കിൽസ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനാലിസിസ്, ബഡ്ജറ്റിംഗ്, അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ്, സ്കിൽസ്, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ നിങ്ങൾ ഓൾറെഡി ഉള്ള സ്കിൽസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ജസ്റ്റ് ആഡ് ചെയ്യുന്നതിന് പുറമെ അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ആണ്, റിസൾട്ട് എന്തൊക്കെയാണ്, അതൊക്കെ പ്രോപ്പറായിട്ടൊന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു പവർഫുൾ ആയിട്ടുള്ള റെസ്യൂമെ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നമ്മൾ റെസ്യൂമെ ഒക്കെ ബിൽഡ് ചെയ്തു, ഇനി എവിടെ കൊണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യും?
നമുക്ക് ഒരുപാട് ജോബ് പോർട്ടൽസ് അവൈലബിൾ ആണ്. ലിങ്ക്ഡിൻ, നൗകരി, ഇൻഡീഡ് പോലുള്ള ജോബ് പോർട്ടൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കമ്പനീസിന്റെ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ഫോഴ്സ് ആണെങ്കിലും MNC ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കരിയർ പോർട്ടൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ CMA USA ജോബ് അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ കാര്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കും. അപ്പോൾ നമ്മുടെ ബിഗ് 4 MNC കമ്പനികളിലും അതുപോലെ തന്നെ ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ് സെക്ടേഴ്സിൽ, സ്റ്റാർട്ടപ്പ് കമ്പനീസിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ ഒരു ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ, മുംബൈ മാത്രമല്ല നമ്മുടെ കൊച്ചിയിലും വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ കൊച്ചിയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് അവരുടെയൊക്കെ വെബ്സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയും ജോബ് അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ജോബ് പോസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാനായിട്ട് നോക്കുക. ദെൻ നെക്സ്റ്റ്, ഈ ഒരു നമ്മളിപ്പോൾ എപ്പോഴും ഒരു കരിയർ പോർട്ടലിൽ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് റിപ്ലൈ കിട്ടാൻ പലർക്കും റിപ്ലൈ കിട്ടാറില്ല, അല്ലെങ്കിൽ അവിടെ ചാൻസ് കുറവാണ്. ആക്ച്വലി നമുക്കൊരു 30% ജോബ്സ് മാത്രമാണ് ഈ ഒരു പബ്ലിക് പോർട്ടൽസിൽ ആക്ച്വലി പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ബാക്കി 70% ജോബ്സും നമുക്ക് വരുന്നത് നമ്മുടെ ഹിഡൻ ആയിട്ടാണ്. അതായത് കൂടുതലും ഇന്റേണൽ ഹയറിങ്സ് ത്രൂ അല്ലെങ്കിൽ റെഫറൽസ് ത്രൂ ഒക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് റെഫറൽസ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർ നിങ്ങളെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ജോബ് കിട്ടാനുള്ള ആ ഒരു പോസിബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പാസ്സായിട്ടുള്ള നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് മാക്സിമം കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ് ത്രൂ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അവിടെയൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് മാക്സിമം നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി കണക്ഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ കറക്റ്റ് ആയിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. പല CMA USA സ്റ്റുഡൻസിനും ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ പോലും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊരു നമ്മുടെ ഒരു ഇൻസ്റ്റാ പ്രൊഫൈൽ പോലെ ഒരു ഇതായിട്ടായിരിക്കും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയല്ല, ലിങ്ക്ഡിൻ നിങ്ങളുടെ പ്രൊഫഷണൽ പ്രൊഫൈലാണ്. കറക്റ്റ് ആയിട്ട് അത് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ടൈറ്റിൽ, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ പിക്ക്, അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, സ്കിൽസ് അതിൽ ആഡ് ചെയ്യുക. അതുപോലെ അതിൽ നിങ്ങൾ കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുക. പല റിക്രൂട്ടേഴ്സും ലിങ്ക്ഡിനിൽ വന്നിട്ട് ജോബ് CMA USAക്ക് വേണ്ടി കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ടോപ്പിൽ വരാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ഇൻഡീഡ്, നൗകരി പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുമ്പോഴും ഡെയിലി അതിൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. പ്രൊഫൈൽ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു പ്രിഫറൻസ് വരാനുള്ള ചാൻസ്, അതായത് ഈ ജോബ് കിട്ടാനായിട്ടല്ല, നിങ്ങൾ ആ ഒരു ഫസ്റ്റത്തെ ഇനിഷ്യൽ സ്റ്റേജ്, ആ ഒരു HR CV കാണണമല്ലോ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോംസ് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. അതുപോലെ ലിങ്ക്ഡിൻ ത്രൂ മാക്സിമം നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ നോക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ HR പ്രൊഫഷണൽസ്, ഫൈനാൻസ് പ്രൊഫഷണൽസ് ഒക്കെ ആയിട്ട് പ്രൊഫഷണലി ഉള്ള രീതിയിൽ നിങ്ങൾ ഏഡ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് തരും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരുമായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളൊരു 10 പേർക്കൊക്കെ മെസ്സേജ് അയച്ചാൽ മേ ബി ഒരാളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരത്തുള്ളൂ. പക്ഷെ അങ്ങനെ നിങ്ങൾക്കൊരു റെഫറൽ കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനും ഈ റെഫറൽ ത്രൂ നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ കോൾ കിട്ടാനുമുള്ള ചാൻസ് എന്ന് പറയുന്നത് 10x ആണ്. അപ്പോൾ മാക്സിമം നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. അത് നിങ്ങളെ ഒരു ജോബിലേക്ക് എത്തിക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ്, നമ്മൾ റെസ്യൂമെ വെച്ചിട്ട് നല്ലൊരു CV ഒക്കെ ഉണ്ടാക്കി നമ്മൾ അപ്ലൈ ചെയ്തു, ആ ഒരു റെഫറലൊക്കെ കിട്ടി, നമുക്കൊരു ഇന്റർവ്യൂ കോൾ കിട്ടി. ഈ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും ഡിഫിക്കൾട്ട് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ എത്ര ഒരു മാർക്കുള്ള സ്റ്റുഡൻ്റ് ആണ്, റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞാൽ പോലും ആ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെല് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ,
പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. ഇന്റർവ്യൂവിൽ ആക്ച്വലി അവർ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും ആണ് മെയിൻലി. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരുമാതിരി 80% ക്വസ്റ്റ്യനും ജനറൽ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ മെന്റേഴ്സ് ആയിട്ട് മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇന്റർവ്യൂ സെക്ഷൻസിലേക്ക് പോകാനായിട്ട് നോക്കുക. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ എന്ത് ചെയ്യുക, കുറേ ജോബ്സിനൊക്കെ ചുമ്മാ അപ്ലൈ ചെയ്ത് ചുമ്മാ കുറേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂവിൽ മെയിൻലി നമുക്ക് വരുന്ന 2 ലെവൽസ് ആണ്. ടെക്നിക്കൽ റൗണ്ടും വരും, അതുപോലെ തന്നെ നമുക്ക് HR റൗണ്ടും വരും. അപ്പോൾ ടെക്നിക്കൽ റൗണ്ടിൽ അവർ മെയിൻലി ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് ആണ്. കോസ്റ്റിംഗ്, അക്കൗണ്ടിങ്, നിങ്ങളുടെ കോർ ഫീൽഡിലുള്ള നിങ്ങളുടെ ബേസിക് നോളജ്, അതുപോലെ സോഫ്റ്റ്വെയർസ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടോ ഈ ഒരു കോസ്റ്റിംഗ്, അക്കൗണ്ട്സ്, അതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ അഡ്വാൻസ്ഡ് എക്സൽ നോളജ്, ഇതൊക്കെയായിരിക്കും ടെക്നിക്കൽ റൗണ്ടിൽ. അതുപോലെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസുമായിട്ടുള്ള സ്കിൽസ്, ഇതൊക്കെയായിരിക്കും ചെക്ക് ചെയ്യുക. ഇനി HR റൗണ്ടിൽ മെയിൻലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ബേസിക്, ഇപ്പോൾ കോർ സബ്ജക്ട്സ് ഓൾറെഡി നിങ്ങൾ പാസ്സായതായതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് റിവ്യൂ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിങ്, സോഫ്റ്റ്വെയർ, കമ്മ്യൂണിക്കേഷൻ, ഇതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, കാരണം മിക്കവാറും നമ്മൾ പ്ലേസ് ആകുന്നത് ബിഗ് 4 MNC കമ്പനീസിലായിരിക്കും. അവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ട വരുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് UK, US ക്ലയൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒരുപാട് AI ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സ്കിൽസ് പഠിക്കണമെങ്കിലാണെങ്കിലും എല്ലാം നമുക്ക് ഈസിയാണ്. അപ്പോൾ നിങ്ങൾ AI പ്ലാറ്റ്ഫോംസ് കുറച്ചുകൂടെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ ബേസിക് സ്കിൽസ് ഒക്കെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബേസിക് നിങ്ങളൊന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് കോഴ്സസിലേക്ക് പോകണമെങ്കിൽ പെയ്ഡ് കോഴ്സസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് നോക്കുക. അപ്പോൾ സ്കിൽസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രി ടിക്കറ്റ് ആണ്. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ സ്കിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബ് കിട്ടിയാൽ പോലും എപ്പോഴും എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഡേ ടു ഡേ ഒരുപാട് ഓട്ടോമേഷൻസും അപ്ഡേറ്റ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ലേൺ ചെയ്യാനായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ 2026 നല്ലൊരു ജോബിൽ പ്ലേസ് ആവാനാണ് നോക്കുന്നതെങ്കിൽ നമ്മൾക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമെ ഉണ്ടാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഏതൊക്കെ കമ്പനീസ് ആണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക. ലിങ്ക്ഡ്ഇൻ ത്രൂ നെറ്റ്വർക്കിംഗ് ചെയ്യുക. അതുപോലെ സ്കിൽസ്, അഡ്വാൻസ്ഡ് എക്സൽ, SCP പോലുള്ള സ്കിൽസ് പഠിക്കാനായിട്ട് നോക്കുക. മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. ദെൻ നിങ്ങളൊരു കമ്പനി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് കാര്യങ്ങൾ നടത്താനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, 2026 നല്ലൊരു ജോബിൽ തന്നെ പ്ലേസ് ആവാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വിഷസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയാം.